ഹായ് സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് മലയാളത്തിൽ നിന്നും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാലേ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നൊക്കെ തന്നെ പറയാം, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളെ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു 10-15 ചോദ്യങ്ങളേ ഉള്ളൂ. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് പഠിച്ചാലോ. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? കുട്ടിത്വം, ക്രീഡ, കാഠിന്യം. കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. ഇതിലേതാണ് ശരിയായ പദമെന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ നമുക്ക് ഏത് പറയാൻ പറ്റും? കുട്ടിത്വം അല്ല അല്ലേ, കുട്ടിത്തമാണ്. എന്താണ്? കുട്ടിത്തമാണ് കറക്റ്റ്. യെസ്, കുട്ടിത്തം. ഇനി ക്രീഡ എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്, സാ മറിച്ചിട്ട ഡ തന്നെയാണ് ക്രീഡ. ഇനി കാഠിന്യവും ഇത് തന്നെയാണ്. കണ്ടുപിടുത്തം തെറ്റാണ് അല്ലേ? നമ്മൾ എങ്ങനെയാ അത് എഴുതേണ്ടത്? കണ്ടുപിടിത്തം എന്നാണ് എഴുതേണ്ടത്. കണ്ടുപിടിത്തം, കാണുക, പിടിക്കുക. കണ്ടുപിടുത്തം, ഓടിച്ചെന്ന് നമ്മൾ കൂട്ടുകാരനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു, കൈ പിടിച്ചു, ഇപ്പൊ പിടിത്തം. അപ്പൊ നമുക്കിവിടെ പറയാം, ഇവിടെ 1 അല്ല 3 2 2 3 ആണ് ശരി. അതായത് കാഠിന്യവും ശരിയാണ്, ക്രീഡയും ശരിയാണ്. അപ്പൊ 2 3 എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നോക്കണേ, ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഏതാണ്? ചലച്ചിത്രം എന്ന പദം നമുക്ക് പിരിക്കാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. ചലത് അധികം ചിത്രമാണ് ചലച്ചിത്രം. ചലത് പ്ലസ് ചിത്രം, ചലച്ചിത്രം. ചലത് ചിത്രം, ചലച്ചിത്രം. അതായത് നമ്മൾ നോക്കുമ്പോ ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരി. ഇതൊരു കോഡാണ്. അതായത് ഇപ്പൊ ത് അധികം ച ഈസ് ഈക്വൽ ടു ഇച്ച. അപ്പോ അങ്ങനെ വരുന്ന കുറച്ച് പദങ്ങളാണുള്ളത്. അതിലൊന്നാണ് ചലത് ചിത്രം, ചലച്ചിത്രം. ചേർത്ത് എഴുതുമ്പോ ചലച്ചിത്രം. ഇനി നോക്കണേ, മഹത് പ്ലസ് ചരിതം. മഹത് ചരിതം ചേർത്തെഴുതിയാലും എന്താവും? മഹച്ചരിതം എന്നാവും. മഹത് ചരിതം, മഹച്ചരിതം. അതുപോലെ സത് ചരിതം ചേർത്തെഴുതിയാലും എന്താവും എന്നറിയോ? സച്ചരിതം എന്നാവും. സച്ചരിതം. അപ്പൊ ചലത് ചിത്രം, ചലച്ചിത്രം. മഹത് ചരിതം, മഹച്ചരിതം. സത് ചരിതം, സച്ചരിതം. ത് ച ഈസ് ഈക്വൽ ടു ഇച്ച. സത് ചിദാനന്ദൻ, സച്ചിദാനന്ദൻ. ത് ച ഇച്ച എന്ന ഫോർമാറ്റിലേക്കാണത് പോകുന്നത്. അപ്പൊ ഇവിടെ 1 ചലത് ചിത്രം മാത്രം ശരി. തിന്നത് തീരും കൊടുത്തതു തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്, തിന്നത് തീരും കൊടുത്തതു തീരില്ല എന്ന പഴഞ്ചൊല്ല് തീറ്റയുടെ മാഹാത്മ്യം, ദാനത്തിന്റെ ദായാണ്, ദാനത്തിന്റെ മാഹാത്മ്യം. തിന്നുന്നത് കൊടുക്കണമെന്നാണ്, തീറ്റയും കൊടുക്കലും വെറുതെയാണ്. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ബി 2 മാത്രമാണ് ശരിയല്ലേ? ദാനത്തിന്റെ മാഹാത്മ്യം, നമ്മളങ്ങ് തിന്നു കഴിഞ്ഞാൽ തിന്നുമ്പോൾ അതങ്ങ് തീർന്നു. പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലോ അതെന്നും എന്നും നിലനിൽക്കും. കൊടുക്കുന്നത്, ദാനത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ആയി. ഇനി 4 നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ ഏതാണ്? കഠിനം എന്ന പദം, കഠിനത്തിന് നമുക്ക് ലളിതവും പറയാം, മൃദുവും പറയാം. അപ്പൊ കഠിനം എന്ന പദത്തിന് വിപരീതമായി 2 പദങ്ങളെ നമുക്ക് എടുക്കാം. അതിലൊന്നാണ് ലളിതം, മറ്റൊന്നേതാണ്? മൃദു. ലളിതം ആൻഡ് മൃദുവാണ് കഠിനത്തിന്റെ വിപരീതമായി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലളിതം എന്ന പദത്തിന് ശരിക്കുള്ള വിപരീതം പറയുകയാണെങ്കിൽ സങ്കീർണമാണ് വരേണ്ടത്. ഏത് വരണം? സങ്കീർണം. ലളിതം സങ്കീർണം തന്നെ വരണം. ഇനി ദൃഢമാണെന്നിരിക്കില്ലോ, ദൃഢമാണെങ്കിൽ ശിഥിലം വരണം. ഏതാണ്? ശിഥിലം. ദൃഢം എന്ന് പറഞ്ഞ ഉറച്ചത്, ശിഥിലമാകട്ടെ സ്കാറ്റേർഡ്, ചിതറിപ്പോയത് എന്നൊക്കെയുള്ള അർത്ഥം. ശിഥിലമായ കുടുംബജീവിതം, ശിഥിലമായ മോഹം, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ആലങ്കാരികമായി പറയും. ഇപ്പൊ ദൃഢം, ശിഥിലം. ലളിതം ശരിക്കും വരേണ്ടത് സങ്കീർണമാണ്. പക്ഷെ ഇത് നമ്മുടെ PYക്കും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൂടി നോക്കി വയ്ക്കാം. കഠിനം. ഇനി ഓപ്ഷനിലെങ്ങും കഠിനത്തിന് മൃദുവോ ലളിതമോ കാണുന്നില്ലെങ്കിൽ നമുക്കവിടെ എന്ത് കൊടുക്കാം? അല്ല, ലളിതത്തിന് കഠിനം കാണുന്നില്ലെങ്കിൽ സങ്കീർണവും ഒരു ആൻസറാണ്. നമ്മൾ പറയില്ലേ സിമ്പിൾ ആൻഡ് കോംപ്ലിക്കേറ്റഡ്. ലളിതം എന്ന് പറഞ്ഞാൽ സിമ്പിൾ,
സങ്കീർണം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സോഫ്റ്റ് ആൻഡ് ഹാർഡ് എന്നതാണ് PSC ആൻസർ ആക്കിയിരിക്കുന്നത്. ലളിതത്തിന് ഇവിടെ സോഫ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി മൃദുലമാണ് വരേണ്ടത്. മൃദുലം കഠിനം. കാരണം മൃദുലം സോഫ്റ്റ്, കഠിനം ഹാർഡ്, സിമ്പിൾ ലളിതം, കോംപ്ലിക്കേറ്റഡ് സങ്കീർണം. അതാണ് അതിൻ്റെ കറക്റ്റ് വേ. പക്ഷെ PSC ഇങ്ങനെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നമ്മളെങ്കിലും ശരിയൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, കടല് പര്യായമല്ലാത്തത് ഏതാണ്? അപ്പോൾ എപ്പോഴും PSCയുടെ പല പരീക്ഷകൾക്ക് ഈ കടല്, നദി, കടല് ഒക്കെ സ്ഥിര ചോദ്യങ്ങളാണ്. റിപ്പീറ്റായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് കടല്, നദി, ജലം. ഇതൊക്കെ സ്ഥിര ചോദ്യങ്ങളെന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ കടലിൻ്റെ പര്യായം അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പാരാവാരം കടലാണ്, അർണവം കടലാണ്, ആഴിയും കടലാണ്. നിമിനക പക്ഷേ എന്തല്ല, നിമിനക കടലല്ല. നിമിനക എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ നദിയാണ്. നിമിനക എന്താണ്? നദി. നിമിനക നദിയാണ്. അപ്പം നമുക്കിവിടെ 1, 2, 3 ആണ് ശരി എന്ന് പറയാം അല്ലെ. കടലിന്റെ പര്യായം അല്ലാത്തതല്ലേ ചോദിച്ചത്? കടലിന്റെ പര്യായം അല്ലാത്തത് 4 മാത്രം. യെസ്, ഡി, 4 മാത്രം. കടലിന് നമുക്ക് പാരാവാരം, അർണവം, ആഴി, പിന്നെ പയോധി, വാരിധി, സാഗരം ഒക്കെ കടലിന്, രത്നഗർഭം ഒക്കെ കടലിന് പറയാം. കൂടാതെ കടലിന് പറയുന്നതാണ് രത്നഗർഭം, അലയാഴി, അലയാഴി, പയോധി, പയോധി, ഉദധി, ഉദധി, പിന്നെ രത്നഗർഭം നമ്മൾ എഴുതി. പിന്നെ ഇതിനകത്തുണ്ട് പാരാവാരം, അർണവം, ആഴി ഒക്കെ കടല് തന്നെ. ജലധിയും പറയാം. ജലധി ഒക്കെ കടലിൻ്റെ പര്യായമായിട്ട് പറയുന്നതാണ്. ജലധി, സാഗരം, സാഗരം ഒക്കെ ഇത് ഇത്രയും എന്താ? കടൽ. ഇത് കടലാണ്. ഇനി നദിയുടെ പര്യായമാകുമ്പോൾ ധുനി, പയസ്വിനി, കല്ലോലിനി, കല്ലോലിനി, തരംഗിണി, തരംഗിണി, സ്രോതസ്, സ്രോതസ്, ദീപവതി, ദീപവതി. ധുനി, പയസ്വിനി, കല്ലോലിനി, തരംഗിണി, സ്രോതസ്, ദീപവതി ഇതൊക്കെ എന്താണ്? നദിയുടെ പര്യായം. ഇതെല്ലാം നദി. അപ്പൊ ഇത് കടല്, ഇത് നദി, നദിയുടെ പര്യായം. അതിൽ നിമിനകയും വരും. നിമിനക. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആയിരുന്നല്ലോ ആൻസർ, നിമിനക. അതത്രയും നദിയാണ്. ഇനി ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലി ഏതാണ്? ഉരുളക്കുപ്പേരി പകരത്തിനു പകരം ഒന്നും പറയാം, രണ്ടും പറയാം. ഉരുളക്കുപ്പേരി പകരത്തിനു പകരം. അപ്പൊ നമുക്കിവിടെ എസ് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരി എന്നുള്ളതിലേക്ക് പോകും. ഓക്കെ. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം യെസ് ഓപ്ഷൻ 1 ആണ്, ഗൃഹിണി. കാരണം ഗൃഹി, ഗൃഹികൻ, ഗൃഹസ്ഥൻ. ഇത് 3 വന്നാലും ഒരു എതിർലിംഗമാണുള്ളത്, ഗൃഹിണി. യെസ്, ഗൃഹി, ഗൃഹികൻ, ഗൃഹസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ കുടുംബനാഥൻ എന്നുള്ള അർത്ഥം, ഗൃഹത്തിന്റെ അധിപൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഗൃഹിണി എന്നാൽ ഗൃഹത്തെ പരിപാലിക്കുന്നവൾ, ഗൃഹത്തെ പരിപാലിക്കുന്നവൾ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ ഗൃഹിണി 1 എന്ന് പറയുമ്പോൾ എ അല്ലേ, 1 മാത്രം. യെസ്, കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം ഏതാണ്? അപ്പൊ നമുക്കറിയാം കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. കാറ്റ് വീശി എങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നല്ലേ. അപ്പൊ നമുക്കിവിടെ ആൻസർ ആക്കാൻ പറ്റുന്നത് എന്തായിരുന്നു? എങ്കിലുമാണ്. കാറ്റ് വീശി എന്നുള്ളത് ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത പിന്നെ ഇല പൊഴിഞ്ഞില്ല എന്നുള്ളത് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഘടകപദം എങ്കിലും ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 9,
സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദം എന്താണ്? സ്രഷ്ടാവാണ്. അപ്പൊ ഇവിടെ എങ്കിലും വരുന്നത് 2 മാത്രം ശരി, ബി. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദം സ്രഷ്ടാവ് അല്ലേ? അതുപോലെയാണ് ദൃഷ്ടി എന്നാൽ കണ്ണെന്നും കാഴ്ച എന്നും അർത്ഥമുണ്ട്. അപ്പൊ ദൃഷ്ടി അല്ലെങ്കിൽ കാഴ്ച പതിഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിൽ ദ്രഷ്ടാവ് നമുക്ക് ആൻസർ ആക്കാം. ദ്രഷ്ടാവ്, ദൃഷ്ടി ദ്രഷ്ടാവ്, സൃഷ്ടി സ്രഷ്ടാവ്. അതുപോലെ എപ്പോഴും തെറ്റുന്ന ഒന്നാണ് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ അവനെ അനുഗ്രഹീതൻ എന്ന് പറയൂല, അനുഗ്രഹീതൻ. ഇതൊക്കെ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അനുഗ്രഹീതൻ, യേശുദാസ് അനുഗ്രഹീത ഗായകനാണ്. അതുപോലെ കെ.എസ്. ചിത്ര അനുഗ്രഹീത ഗായികയാണ്. ഓക്കെ, ഇനി പ്രാചി ശരിയായ വിപരീതം എന്താണ്? പ്രാചി എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയാമോ? പ്രാചി, പ്രാചി, പ്രാചി കിഴക്ക്. പ്രാചി എന്താണ്? കിഴക്ക്. അപ്പൊ പ്രതീജിയാണ് ആൻസർ. പ്രതീജി. അപ്പൊ പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക്. ഇനി പ്രതീജി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. പ്രതീജി എന്ന് വെച്ചാൽ എന്താണ്? പടിഞ്ഞാറ്. പ്രതീജി പടിഞ്ഞാറ്, പടിഞ്ഞാറാണ് പ്രതീജി. പ്രാചി കിഴക്ക്, പ്രതീജി പടിഞ്ഞാറ്. ഓക്കെ, ഇനി ഓതം. ശരിയായ വിപരീത പദം എന്താണ്? ഓതം. ഓതം എന്ന് പറഞ്ഞാൽ നെടുകെ എന്നാണ് അർത്ഥം. ഓതം നെടുകെ, നെടുകെ. അപ്പൊ പിന്നെ പ്രോതമാണ് ആൻസർ. ഓതപ്രോതം. പ്രോതം എന്ന പദത്തിന്റെ അർത്ഥം കുറുകെ എന്നാണ്. കുറുകെ. അപ്പൊ നെടുകെ, കുറുകെ എന്നുള്ള അർത്ഥം. നെടുകയും കുറുകയും എന്നൊക്കെ നമ്മൾ പറയില്ലേ? കോളം വൈസ് ആൻഡ് വെർട്ടിക്കൽ ആൻഡ് എന്താണ് വെർട്ടിക്കൽ, കോളം വൈസ്, റോ വൈസ് നമ്മൾ പറയില്ലേ? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ആ രീതിയിലാണ് ഓതപ്രോതം എന്ന് പറയുന്നത്. ഓതപ്രോതം. ഓക്കെ അല്ലേ? 12. അനുയോജ്യമായ ഒറ്റപ്പദം കണ്ടെത്തുക. അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധി. അപ്പോൾ അവസരോചിതമായി സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഉൽപ്പതിഷ്ണുത്വം, സ്വപ്രത്യയസ്ഥൈര്യം, പ്രത്യുൽപ്പന്നമതിത്വം, യാഥാസ്ഥിതികത്വം. യെസ്, പ്രത്യുൽപ്പന്നമതിത്വമാണ് ആൻസർ. ഈ ഉൽപ്പതിഷ്ണുത്വം, ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ പുരോഗമനവാദി, പുരോഗമന ചിന്തയ്ക്കാണ് നമ്മൾ ഉൽപ്പതിഷ്ണുത്വം എന്ന് പറയുന്നത്. സ്വപ്രത്യയസ്ഥൈര്യം ആശയങ്ങളിൽ ഉള്ള സ്ഥിരത, ആശയങ്ങളിലുള്ള സ്ഥിരത, ആശയങ്ങളിൽ ഉറച്ചു നിൽക്കല്ലേ, ആശയങ്ങളിൽ ഒരു സ്ഥിരത കാണിക്കൽ, അത്രയേ ഉള്ളൂ. യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം എന്താണ്? മാമൂലുകളെ മുറുകെ പിടിക്കുന്നത്. മാമൂലുകളെ മുറുകെ പിടിക്കൽ, മുറുകെ പിടിക്കൽ, മാമൂലുകളെ മുറുകെ പിടിക്കൽ എന്നുള്ള അർത്ഥം. ഇനി ആകർഷണം എന്നതിൻ്റെ നമുക്കറിയാം അനാകർഷണമല്ല, വികർഷണമാണ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു എന്നല്ലേ? അപ്പൊ ആകർഷണം നേരെ വിപരീതം ചോദിച്ചാൽ വികർഷണമാണ്, വികർഷണം. ഇനി ജീവനിൽ കൊതിയുള്ളവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ജീവാംശു, പ്രാണാംശു, പ്രിയാസു, പ്രിയാംശു. ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസുവാണ്. നമ്മൾ അധികം വിചാരിക്കും നമ്മൾ പ്രാണാംശു എന്നോ ജീവാംശു എന്നോ ഒക്കെ വിചാരിക്കും. പ്രിയാസു, പ്രിയാസു. ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസു എന്ന് പറയും. ജീവനിൽ കൊതിയുള്ളവൻ. നിന്നയോടുകൂടിയവൻ ഒറ്റപ്പദം എന്താണ്? നിന്നയോടുകൂടിയവൻ അവഗീതൻ. ശരിക്കും നിന്ദ്യം എന്നൊരു പദമുണ്ട്. നിന്ദ്യത്തിന്റെ നേരെ വിപരീതം ശ്ലാഘനീയമാണ്. നിന്ദനീയം, ശ്ലാഘനീയം. നിന്ദ്യം അല്ല, നിന്ദനീയം ശ്ലാഘനീയം വരൂല. നിന്ദ്യമാണെങ്കിൽ എന്ത് വരുമെന്നറിയാമോ? ശ്ലാഘ്യം വരും. നിന്ദ്യം, ശ്ലാഘ്യം. എന്നാൽ നിന്ദനീയം വന്നാൽ എന്ത് വരുമെന്നറിയാമോ? യെസ്, ശ്ലാഘനീയം വരും. നിന്ദനീയമാണെങ്കിൽ ശ്ലാഘനീയം, നിന്ദ്യമാണെങ്കിൽ ശ്ലാഘ്യം. ഓക്കെ, യെസ്.
അപ്പൊ അവഗീതൻ നിന്ദയോടുകൂടിയവൻ, മറ്റുള്ളവരെ നിന്ദിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്തു പറയുന്നത്? അവഗീതൻ, അവഗീതൻ. ഇനി നമ്മൾ പറയില്ലേ കൃതജ്ഞതയ്ക്ക് നേരെ വിപരീതം. ഇപ്പൊ കൃതജ്ഞതയുള്ളത് എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കലെന്നാ. അതിന്റെ നേരെ വിപരീതം വരുമ്പോ കൃതജ്ഞതയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൃതജ്ഞൻ നമുക്ക് പറയാം അല്ലേ? കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവൻ പറയാം. കൃതജ്ഞനാകട്ടെ നന്ദിയുള്ളവൻ. കൃതജ്ഞൻ നന്ദിയുള്ളവൻ. കൃതാർത്ഥൻ എന്ന് പറഞ്ഞാലും സംതൃപ്തിയുള്ളവൻ, അല്ലെങ്കിൽ ചരിതാർത്ഥ്യമുള്ളവൻ, സംതൃപ്തിയുള്ളവൻ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും. ഇനി ഈ കൃതജ്ഞന്റെ നേരെ വിപരീതം കൃതഘ്നൻ വരും. എന്തുവരും? കൃതഘ്നൻ. കൃതജ്ഞനാണെങ്കിൽ എന്തുവരും? കൃതഘ്നൻ വരും. കൃതഘ്നൻ. എന്താണ് കൃതജ്ഞത എന്ന് ചോദിച്ചാൽ കൃതജ്ഞതയുടെ അർത്ഥം നന്ദികേടാണ്. കൃതജ്ഞത നന്ദി, കൃതഘ്നത നന്ദികേട്. അപ്പോൾ ആ നന്ദികേട് കാണിക്കുന്നവനെയാണ് കൃതഘ്നൻ എന്ന് പറയുന്നത്. അവനെ തന്നെ മറ്റൊരു പദം അവഗീതൻ. ചോദിക്കാനൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് റയർ ഫാക്ട് പിടിക്കണമെങ്കിൽ PSCക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ഒരു 80% കുട്ടികളും എഴുതൂല. അവഗീതൻ എന്ന പദത്തിന്റെ അർത്ഥമൊക്കെ ചോദിച്ചാൽ എഴുതോ? അവഗീതൻ നന്ദിയില്ലാത്തവൻ. അപ്പൊ കൃതജ്ഞൻ നന്ദിയുള്ളവൻ. കൃതഘ്നനാണ് അതിന്റെ ഓപ്പോസിറ്റ്. പ്രോപ്പർ ഓപ്പോസിറ്റ് ചോദിച്ചാൽ അവിടെ അവഗീതൻ എഴുതരുത്, കൃതഘ്നനാണ്. പക്ഷെ കൃതഘ്നത എന്നതിന് നന്ദിയില്ലായ്മ എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് അവഗീതൻ പ്രയോഗിക്കുന്നത്, നന്ദിയില്ലാത്തവൻ എന്നുള്ള അർത്ഥം. ഇനി ധീരൻ എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഭീരുവാണ് വരേണ്ടത് അല്ലേ? ധീരൻ ഭീരു. ഭീരു. ധീരൻ ഭീരു എന്ന് വരണം. ധൈര്യമുള്ളവൻ ധീരൻ അല്ലേ? ഭീരുത്വമുള്ളവനാണ് ഭീരു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ബലവാനാണെങ്കിലോ? ബലവാൻ. ഇപ്പൊ ധീരനാണെങ്കിൽ ഭീരു നമ്മൾ കൊടുത്തു. ഭീരു ആൻസർ ആക്കി. ഇവിടെ ആൻസർ ഓക്കെ, ഭീരു പറഞ്ഞു. ബലവാനാണെങ്കിൽ നമുക്ക് ആൻസർ എന്തിലേക്ക് കൊടുക്കാം? ദുർബലൻ പറയാം. ബലവാൻ ദുർബലൻ. ദുർബലൻ. ദുർബലന്റെ അവസ്ഥ അല്ലെങ്കിൽ ദുർബലന്റെ ഭാവം ഒറ്റപ്പദമൊക്കെ ചോദിച്ചാൽ ദൗർബല്യമാണ്. ഓക്കെ. ഇനി വൈമുഖ്യം. വൈമുഖ്യം എന്ന് പറഞ്ഞ താല്പര്യമില്ലായ്മ എന്നുള്ള അർത്ഥം. താല്പര്യമില്ലായ്മ. താല്പര്യമില്ലായ്മയാണ് എന്ത് പറയുന്നത്? വൈമുഖ്യം. അതിന്റെ നേരെ വിപരീതം ആഭിമുഖ്യം വരും. ഇത് വരും ആഭിമുഖ്യം. വൈമുഖ്യം, ആഭിമുഖ്യം. ഇനി വളരെ പഴയത്. ശരിയായ ഒറ്റപ്പദം കണ്ടെത്തുക. ഐതിഹാസികം, പ്രാക്തനം, പൗരാണികം, ആർഷം. ഒരുപാട് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു പദമാണ്. നോക്കണേ, ഇതിഹാസത്തെ സംബന്ധിക്കുന്നതാണ് എന്ത്? ഐതിഹാസികം. ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസിക. സമരങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം. അതേസമയം പിന്നെ പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം എന്ന് പറയും. ഇനി ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. ഋഷിയെ സംബന്ധിക്കുന്ന എന്താണ്? ആർഷം. അപ്പോ ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം, പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം, ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം, ഏറ്റവും പഴയത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പ്രാക്തനം. സാധാരണ ഇങ്ങനെ ഈ ഗോത്രവർഗങ്ങളെയൊക്കെ പരാമർശിക്കുമ്പോൾ കുറിച്യർ പ്രാക്തന ഗോത്രവർഗ വിഭാഗമാണ് എന്നൊക്കെ പറയും. കുറിച്യർ വളരെ പഴയ ഒരു ഗോത്രവിഭാഗമാണ് ഈ കുറിച്യരൊക്കെ. വയനാട്ടിലെ കുറിച്യ വിഭാഗം, പണിയ വിഭാഗം, ഇവരൊക്കെ പ്രാക്തന ഗോത്രവർഗം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് പഴക്കം അവകാശപ്പെടാവുന്ന ഗോത്ര വിഭാഗമാണ്, സമൂഹമാണ് അവരൊക്കെ. അപ്പൊ ആ രീതിയിൽ പ്രാക്തന ഗോത്രവർഗം എന്ന പ്രയോഗവും ഉണ്ട്. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. വിപരീത പദം ഏതാണ്? രാഗം. ഇപ്പൊ രാഗം എന്നത് അനുരാഗം എന്നതിന്റെ ഷോർട്ടാണ്. അല്ല, നമ്മൾ പാട്ടിലെ രാഗമല്ല. അപ്പൊ അനുരാഗം എന്ന് പറയുമ്പോൾ ദ്വേഷമാണ് ആൻസർ. കാരണം വിദ്വേഷം. അപ്പൊ അനുരാഗമാണ് രാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്വേഷം എന്ന അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ദ്വേഷവും വരുന്നത്. അപ്പൊ നമുക്കിവിടെ രാഗത്തിന്റെ വിപരീതം ദ്വേഷം പറയാം. അനുരാഗം വിദ്വേഷം പോലെ. അർത്ഥം എഴുതുക. ഉടജം, ആശ്രമം. ഉടജാന്തവാടിയിൽ സീത ഇരുന്നു. ചിന്താവിഷ്ടയായ സീത.
അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ, ഉടജം ആശ്രമം. ഇനി മാളികയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവലിലുണ്ടായിരുന്നു, ആകാരം മാളിക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായി നന്നായി പഠിച്ചു വെക്കുക. ഡിഗ്രിയുടെ പ്രിലിംസ് എന്തായാലും ഏപ്രിൽ മാസത്തിലേക്ക് ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഡിഗ്രി പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള മലയാളം ക്ലാസ്സുകളുമായി സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ പറഞ്ഞ പര്യായ പദങ്ങളാണെങ്കിലും ഇത്തരത്തിൽ 10 ആവർത്തിത ചോദ്യങ്ങൾ, ഇത് പല 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 പരീക്ഷകൾക്കായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവർത്തിത ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയൊരു അടുത്തൊരു യൂട്യൂബ് സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടാറ്റ.